ചെയ്യാനുള്ള അത്രയും ആസ്തിയും സമ്പത്തും കഴിവും പ്രതാപവും ഒക്കെ തനിക്കുണ്ട്. തന്നോട് ആ യമുനാഘട്ടിലെ ഒരു പടിയുടെ ഒരു ഭാഗം ശരിയാക്കാനാണ് ഇദ്ദേഹം പറയുന്നത്. എങ്കിലും അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നോക്കി. അപ്പോൾ ഈ സമയത്ത് ദിവ്യമായ ഒരു ദൃഷ്ടി സ്വാമി ഹരിദാസ് അക്ബറിന് കൊടുക്കും. അപ്പൊ അക്ബർ അവിടെ ചെന്ന് നോക്കുമ്പോൾ യഥാർത്ഥ വൃന്ദാവനം എന്താണെന്ന് അക്ബറിന് മനസ്സിലായി. താൻ ഈ കാണുന്ന വൃന്ദാവനമല്ല യഥാർത്ഥ വൃന്ദാവനം. അക്ബർ നോക്കുമ്പോൾ അതിമനോഹരമായ സ്വർണവും രത്നങ്ങളും പവിഴങ്ങളും അമൂല്യമായ രത്നങ്ങളൊക്കെ കൊണ്ട് പണിത വൃന്ദാവനം. അപ്പൊ അവിടുത്തെ ഈ ഇളകിക്കിടക്കുന്ന പടി നേരെയാക്കാൻ തന്റെ കയ്യിലുള്ള ഒരു സമ്പത്തും മതിയാവില്ല. തന്റെ സാമ്രാജ്യത്തിലെ മുഴുവൻ സമ്പത്തും എടുത്താൽ പോലും അതൊന്നും ആ രത്നങ്ങളൊന്നും ഒരിക്കലും കിട്ടില്ല. അത് മാത്രമല്ല അമൂല്യമായ ചൂടാമണി രത്നം കൊണ്ടാണ് ഈ വൃന്ദാവനം മുഴുവൻ പണിതിരിക്കുന്നത്. അതൊരിക്കലും തനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ അക്ബർ ചെന്ന് ആ സ്വാമി ഹരിദാസിന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു.